തിരുച്ചിറപ്പള്ളി സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മലൈക്കോട്ടെ പോവാണ്. നേരെ അങ്ങോട്ട് പോയേക്കാം. ടൈം ഏകദേശം ഒരു 6 മണി ആയിട്ടപ്പം. പക്ഷേ ഇവിടെ ഭയങ്കര ഒരു 6 മണി ഒരു ഫീലൊന്നും ഇല്ലല്ലേ, നല്ല ഒരു 4 മണീൻ്റെ ആ ഒരു ഫീല് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ട്രെയിനിൽ നിന്ന് നമുക്ക് പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ. സംഭവം ഭയങ്കര കളറായെങ്കിലും അത് ആരോടും പറയാൻ പറ്റില്ല. വേറെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർഗ്രൗണ്ട് കണ്ടോ. നല്ല വൃത്തിയും ടയറൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുള്ളൊരു അണ്ടർഗ്രൗണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പാസിങ്ങിനുള്ളൊരു സ്ഥലം. ജ്യൂസ് വേണം. ഇതെന്ത് സംഭവം ബൈ ഇതെന്താ സംഭവം? ബദാം മിൽക്ക്. സൂപ്പറാ. ഉള്ള പറഞ്ഞ അതിക്കും കുടിക്കാനാ. എസൻസ് ആണ് അല്ലേ? എസൻസ് ആണ്. വേറെ എന്നാള് ബദാം മിൽക്ക്, റോസ് മിൽക്ക്, മാംഗോ മിൽക്ക്, എല്ലാം എസൻസ് അല്ലേ? ബദാമൊക്കെ പൊളിച്ചെടുക്കണ്ടല്ലേ? ഇവിടെ ബദാമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അങ്ങനെ തിരുച്ചിറപ്പള്ളി ടൗണ് നമ്മുടെ മലൈക്കോട്ട ടെമ്പിളിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 സൈഡും ഫുള്ള് നമ്മളെ കോഴിക്കോട് മുട്ടായിത്തെരു പോലെ ഫുള്ള് തെരുവ് കച്ചവടം കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, ഭയങ്കര തിരക്ക് പിടിച്ചൊരു ക്രൗഡ് അന്തരീക്ഷം. ഒരു രക്ഷയില്ല. ഫുള്ള് കലവില അതന്നെ ഉള്ളു ഫുള്ള് കംപ്ലീറ്റ്. വണ്ടീൻ്റെ ഓണടി ഫുള്ള് ആൾക്കാരുടെ സംസാരം കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഫുള്ള് തിരക്ക്, ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ടൈം ഏകദേശം കുറേ വഴുകി. അപ്പം എന്തൊക്കെ അവിടെ കാണാനുള്ള കാഴ്ചകളൊന്ന് പോയേക്കാം. ആദ്യമായിട്ട് വരല്ലേ, നമുക്കവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ കേരളത്തിലെ ചക്കച്ചുള അഥവാ ജാക്ക് ഫ്രൂട്ട്. ഇവിടെ എന്നാ കിലോ റേറ്റ്? ഇത് 250 ഗ്രാമിന് 100 റുപ്പീസ് അല്ലേ? നിങ്ങൾ കേരളം നമ്മ വീട്ടിലൊക്കെ വെറുതെ ഉണ്ടാവുക കൊഴിഞ്ഞാട ആർക്കും വേണ്ട. ഓക്കെ അച്ഛാ, ഞാൻ വെറുതെ തല്ല കേട്ടോ. എൻ്റെ വീട്ടിലൊന്നും ഇപ്പം ഇല്ല പണ്ടത്തെ മാതിരി. അല്ല, ഉള്ളത് ഇടിച്ചക്കുപ്പേരിയായിട്ട് മറ്റേതായിട്ടും ഉണ്ടാവും. പണ്ടത്തെ മാതിരി ഇപ്പം ചക്കി വാങ്ങുന്നില്ല. നമ്മൾ തിരുച്ചിറപ്പള്ളി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. മലൈക്കോട്ടെ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നേരം നല്ല ടൈം വഴുകി. നമുക്ക് ഫുള്ള് ഇരുട്ടാണ്. കാഴ്ചകൾ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആദ്യമായിട്ട് വരല്ലേ. അപ്പോൾ നമുക്ക് പോയി ഒക്കെ എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് ഉള്ള ലൈറ്റിനനുസരിച്ച് നമുക്ക് മാക്സിമം പകർത്താൻ ശ്രമിക്കാം. ഓക്കെ, കമോൺ നോക്കേ. ഇത് പഴനി കയറണ മാതിരി കുറച്ചങ്ങോട്ട് കയറാൻ കേട്ടോ. മലൈക്കോട്ടെ പറഞ്ഞാൽ മലേൻ്റെ മുകളിലാണ് സംഭവം. വെറുതെ അല്ല ഇത് മലൈക്കോട്ടെ ടെമ്പിളാണ്. അയ്യോ, ഇപ്പൊ തന്നെ വയ്യ. എടുത്താം. പഴയ കാലത്തെ ഒരു അമ്പലത്തിൻ്റെ മതിലും മതിൽക്കെട്ടുന്നൊക്കെ വെച്ച് ഇതൊരു കവാട, ഒരു സ്റ്റെപ്പ് ഓടി കയറിയിട്ടേ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഫുള്ള് കിതപ്പ്. ഇത് ഫുള്ള് കോൺക്രീറ്റ് അല്ല, ഫുള്ള് കല്ലാട്ടോ.
ഒരേ കല്ലുകൊണ്ട് പണ്ടത്തെ ചെറിയ ചുണ്ണാമ്പ് അതിൻ്റെ എന്താ പറയുക സുർക്കിയോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ വെച്ചിട്ടാണ് സംഭവം ഫുള്ള് പടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല, ഫുൾ കയറ്റം. വേറ്റു സ്വാമി അമ്മൻ. ഇതൊക്കെ ഈ പറയുന്നവരോ വാങ്ങുന്നത് ഇതിൻ്റെ വാതിലൊക്കെ എത്ര ഹൈറ്റാന്നുള്ളത്. മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട് ഇതേമാതിരി തരം ഡോറുകൾ. ഫുള്ള് കരിങ്കല്ലും ഈ ഡോറൊക്കെ നോക്കി അന്നത്തെ കാലത്ത് ഫുള്ള് മരമാണ്. പക്ഷേ എന്താ ഇതിൻ്റെയൊക്കെ നോക്കി പണ്ടത്തെ ഒരു കൊത്തുപണി ഇത്ര ഹൈറ്റിൽ ഇത്ര വീതിയിൽ ഒരു ചെതലോല് നോക്കി ഇപ്പോഴും പിടിച്ചില്ലല്ലോ അല്ലേ. ഇങ്ങനെ കാലപ്പഴക്കം കൊണ്ട് ചെറിയ തേഞ്ഞു പോയി എന്നല്ലാതെ അവിടെ തോന്നുക ഈ കല്ലിന് ജോയിൻ്റ് ഇല്ല. ഇതൊക്കെ ഒറ്റ കല്ലാണ് കംപ്ലീറ്റ്. ഫുള്ളായിട്ട് ഈ തൂൺകാലുകൾ മൊത്തം ജോയിൻ്റ് ഇല്ലാതെ ഒറ്റ കല്ലുണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്രയും ഹൈറ്റിൽ. ഏകദേശം ഒരു 10-15 അടി ഹൈറ്റ് ഉയരുണ്ട് അല്ലേ, 10 അടി ആറല്ലേ. ആ ഇതിന് മുകളിൽ പാവലുണ്ട് വോവാൽസ്. ഓ നോ പ്രോബ്ലം പോട്ടെ. നിപ്പ ഇതെല്ലാം സ്റ്റോണാണല്ലേ, ഫുൾ പെയിൻറ്റിങ് ആണ്. സ്റ്റോണിൽ പെയിൻറ്റ് ചെയ്താ. ആ ഓ ഇത് സ്റ്റോൺ കല്ലാണ് അല്ലാതെ ഇരുമ്പല്ല. അങ്ങനെ നമ്മൾ മലൈക്കോട്ട ടെമ്പിൾ കവർ ചെയ്തിട്ട് മലൈക്കോട്ട ശിവൻ്റെ ടെമ്പിൾ ശേഷം ഉച്ചിപ്പിലായക വിനായക കോവിലാണ് കേട്ടോ അതിൻ്റെ നേരെ മുകളിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം, കുറഞ്ഞ ടൈമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കാഴ്ചകൾ കാണാം. വേഗം പോയിട്ട് അവിടെ എന്തൊക്കെ കാണാനുള്ളതെല്ലാം കവർ ചെയ്തിട്ട് വരാം നമുക്ക്. അപ്പോൾ വേഗം പോയോക്കാം പോരി.
ഉണ്ടാക്കിയാലോ കേട്ടോ, പാറ ചെത്തിയെടുത്ത് സ്റ്റെപ്പാക്കി മാറ്റിയതാണ്. ഇതേപോലത്തെ പാറകൾ ചെത്തി സെറ്റാക്കി സ്റ്റെപ്പാക്കി ഉണ്ടാക്കിയതാണ്, അല്ലാതെ സ്റ്റെപ്പാക്കിയതല്ല. ഇവിടെ ഇവിടെ കണ്ടാലറിയാം, അറിയാൻ വെള്ളന്മാർ ചെയ്ത അങ്ങനെ നമ്മൾ മലക്കോട്ട ടെമ്പിളൊക്കെ കണ്ട് ജസ്റ്റ് തിരിച്ചിറങ്ങാണ്. ഞങ്ങൾക്ക് നേരെ ട്രെയിന് ഏകദേശം 9 മണിക്കാണ്. അപ്പോൾ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡാണ് കണ്ടത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് തപ്പിങ്ങനെ നടന്നുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ മലൈക്കോട്ട ടെമ്പിളൊക്കെ കവർ ചെയ്ത് നേരെ തിരിച്ച് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ ഇനി അവിടെ നമ്മളിത് നേരെ മധുരയ്ക്ക് ടിക്കറ്റ് എടുത്ത് മധുര ഇറങ്ങി അവിടുന്ന് പഴനിയിൽ പോയിട്ടാണ് നാളെ നമ്മുടെ നാട്ടിലെത്തുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ ഇന്ന് സഹിക്കണം, വീഡിയോ കാണണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതാ പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഏതായാലും ഫുള്ള് തീർത്ഥാടനമായി, എന്നാൽ ഇനി പഴനിമലയും കൂടി ഒന്ന് കയറാന്ന് വിചാരിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ഇറങ്ങി കഴിഞ്ഞാൽ 150 റുപ്യക്ക് നമുക്ക് നേരെ പഴനി ടെമ്പിളിലെത്താം. അപ്പോൾ നമ്മുടെ കുതിരവണ്ടിയാണ്, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതിൽ ആണ് ഇന്നത്തെ കോവിലേക്കുള്ള യാത്ര. ആ മുന്നിൽ കയറുന്ന അതെ. ആ ഓക്കെ ഓക്കെ ഓക്കെ, സെറ്റാ. നമ്മളെ പഴനിക്ക് റെയിൽവേ സ്റ്റേഷനിലുള്ള കുതിരവണ്ടിയിലാണ് യാത്ര. ഒരു പണ്ടത്തെ കാലത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ചെയ്യാൻ പോവാണ്. പണ്ട് ഫുള്ള് കുതിരവണ്ടി കാളവണ്ടിയൊക്കെ ഉള്ളൂ, ഇപ്പോഴെല്ലാം മോട്ടോർ വെഹിക്കിളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ അന്നത്തെ ആ കാലത്തെ കുതിരവണ്ടി കയറ്റി ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പാതയിൽ തന്നെ 150 രൂപയാണ് ചാർജ് നമുക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് ഇറക്കിയിടാൻ. ഏകദേശം 3-3.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം കുതിരവണ്ടി കയറാന്ന് പറയുമ്പോൾ അതിന് നമുക്ക് പഴനി വരേണ്ടി വന്നു. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും അവിടെ പോയി മലക്കൊന്ന് കയറാം. പഴനിമലേൻ്റെ മുകളിലേക്ക് പോകണം അലൗഡ് അല്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ജസ്റ്റ് പോയി നോക്കിയിട്ട് അങ്ങനെ അവിടുത്തെ രീതിക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോകണ വഴിക്ക് തന്നെ നമ്മളെ മല ഇറങ്ങുന്ന റോട്ടിൽ തന്നെ കാണണ്ടോ പഴനിമല. അമ്പലത്തിന്റെ മുകളിലേക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫോൺ അടിയിൽ വെച്ചിട്ട് പോകണം. എത്രയാണ് പൈസ? ജീപ്പേ ഉണ്ടോ, ഗൂഗിൾ പേ ഉണ്ടോ? പഴനിന്ന് മറ്റേ മസാല ദോശ ഇട്ട് നമ്മളെ രാജാവിൻ്റെ കിരീടം പോലെ ഉണ്ട്. മസാല ദോശ അല്ല, നെയ് റോസ്റ്റ്. അങ്ങനെ നമ്മൾ കോവിലിൻ്റെ ഫ്രണ്ട് കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നാളെ അവിടെ ഉത്സവമൊക്കെ നടക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടു. നാളെ ഉത്സവം തുടങ്ങുകയാണ് അല്ലേ.
ഇവിടെ 10 ദിവസം, നാളെ മുതൽ 10 ദിവസമാണ് ഇവിടെ ഉത്സവം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടായിട്ടുള്ള തിരക്കാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഏകദേശം ഇതുവരെ നമുക്ക് നമ്മളെ മൊബൈലൊക്കെ അലൗഡുള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ ഫോണൊക്കെ ഇവിടെ വെക്കണം. ഫോണ് മലയ്ക്ക് മുകളിൽ കയറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ ഈ പഴനീൻ്റെ ഭാഗം കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പഴനീൻ്റെ തെരുവ് കച്ചവടങ്ങളും അതേപോലെ തന്നെ എന്താ പറയുക നമ്മളെ കുതിരവണ്ടി റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചെറിയ പോർഷൻ മാത്രമേ പഴനിയിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ നമ്മുടെ ചെരുപ്പൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെക്കട്ടോ. പൈസ ഒന്നും വേണ്ട, ഫ്രീ ആണ്. നമ്മൾ പഴനിമല കയറി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ മൊബൈൽ കൊണ്ടുപോകാത്തതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പകർത്താനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ കയറി. നല്ല തിരക്കായിരുന്നു. നാളെ അവിടെ ഉത്സവം തുടങ്ങാറുണ്ട്. ഇന്നലെ നല്ല തിരക്കാണ് കേട്ടോ അവിടെ. നാളെ മുതൽ 10 ദിവസം ഇവിടെ ഉത്സവം. പഴനി വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട എന്താ കേസ് എന്താ വെച്ചാൽ ദണ്ഡപാണി നില എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദേവസ്വം ബോർഡിൻ്റെ ഒരു കോട്ടേജ് ഉണ്ട്. അവിടെ ചെന്ന് ചീപ്പ് റേറ്റിന് നമുക്ക് എന്താ പറയുക കോട്ടേജ് കിട്ടും. ഒരു 2-3 പേർക്ക് താമസിക്കാൻ വെറും 300 രൂപ 500 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ അറിയാതെ ഈ പുറത്തുള്ള ഏജന്റുമാരുടെ അടുത്ത് പോയിട്ട് പെടരുത് ഒരിക്കലും. പഴനി ബസ് സ്റ്റാൻഡാണ് കേട്ടത്. നമ്മൾ ഇനി തിരിച്ചു പോകാൻ ട്രെയിനില്ല. അപ്പോൾ ഇനി ബസ് കയറി വേണം പോകാം. അവിടെ നേരെ പൊള്ളാച്ചിയിൽ നിന്ന് നേരെ പാലക്കാട് അങ്ങനെ വേണം പോകാൻ. അപ്പോൾ ഏതായാലും നമുക്ക് ഏതാ ബസ് ഉള്ളതെന്ന് പോയി നോക്കാം.